അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ മഹാബാഹുവായ അർജുന, വേദപ്രമാണമനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി പറയാം, എന്നിൽ നിന്നും പഠിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും 5 കാരണങ്ങൾ, ആ 5 കാരണങ്ങൾ എന്തായാലും ഉണ്ടാകും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ 5 കാരണമില്ലാതെ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും എന്ത് വേണം? ഈ 5 കാരണങ്ങൾ ഇവിടെ പറയുന്നത്. എന്താണ് 5 കാരണങ്ങളെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അധിഷ്ഠാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരീരം, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. ശരീരമില്ലാതെ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അതാണ്. അടുത്തത് കർമ്മം ചെയ്യുന്ന ആൾ. അപ്പോൾ ശരീരം ഇരുന്നാൽ പോരാ. അപ്പോൾ ശരീരത്തിനകത്ത് എന്ത് വേണം? കർമ്മം ചെയ്യുന്ന ആളാരാണ്? കർത്താവ്. അതാരാണ്? സോള്, ആത്മാവ്. ആത്മാവ് പോയാൽ ശരീരം ഡെഡ് ബോഡിയാണ്. അത് ഇതുപോലെ ആയിപ്പോവും, ഒന്നിനും കൊള്ളില്ല, അല്ലേ? അപ്പോൾ കർമ്മം ചെയ്യാൻ ഒരാൾ വേണം. പിന്നെ കാരണങ്ങൾ. അപ്പോൾ ഈ കാരണം എന്താണ്? ഈ കർമ്മം ചെയ്യാൻ എന്താണ്? ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ ആ പ്രവൃത്തി ശരീരത്തിൽ ഇന്ദ്രിയമില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കൈയില്ലെങ്കിൽ കൈ കൊണ്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വേണം. നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ. ഇനി എന്താണ്? എൻഡവർ, നമ്മുടെ ഓരോ പരിശ്രമം വേണം. പരിശ്രമമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എല്ലാം കിട്ടും, കർമ്മം അനുസരിച്ച് എല്ലാം കിട്ടും, ഞാൻ വെറുതെ ഇരുന്ന് എനിക്കെങ്ങനെ കിട്ടും? കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. പരിശ്രമം ഉണ്ടാകണം എന്ന് പറയുന്നത്. പരമാത്മാവ്, ഇതെല്ലാം ഇരുന്നാലും ആരുണ്ടാവണം? പരമാത്മാവ് ഉണ്ടാകണം. ഇതാണ് 5 കാര്യങ്ങൾ എന്നിവിടെ പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? പ്രവൃത്തി ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ പ്രവൃത്തി 2 പ്രവൃത്തിയായിരിക്കും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും, ഈ 2 പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്ത് കാര്യം? ഈ 5 കാര്യങ്ങൾ വേണം. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യണമെങ്കിലും ആരുടെ സഹായം വേണം? കൃഷ്ണൻ്റെ സഹായം വേണം. നമ്മൾ ചീത്ത ചെയ്യണമെങ്കിലും ആരുടെ സഹായം വേണം? ഭഗവാന്റെ സഹായം ഇല്ലാതെ ഒരു ചീത്ത കാര്യവും ചെയ്യാനും പറ്റില്ല. എല്ലാം ആരിൽ നിന്നാണ് വന്നത്? ഭഗവാൻ. പ്രഭുപാദ് പറയും, റാസ്കൽഡം കമ്മിങ് ഫ്രം കൃഷ്ണ എന്ന് പറയും. മോശമായ സ്വഭാവം ആരിൽ നിന്നാണ് വന്നത്? അതും കൃഷ്ണൻ. വസ്ത്രം മോഷ്ടിക്കുന്ന സ്വഭാവം ആരിൽ നിന്നാണ് വന്നത്? കൃഷ്ണനിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇവിടെ ഉള്ളവർ വസ്ത്രം മോഷ്ടിച്ചാൽ എന്ത് കിട്ടും? അടി കിട്ടും. കൃഷ്ണൻ വസ്ത്രം മോഷ്ടിച്ചപ്പോൾ എന്ത് കിട്ടി? എല്ലാവരും ഗ്ലോറിഫൈ ചെയ്തു കൃഷ്ണനെ. അപ്പോൾ കൊള്ളാം, ആ ലീല തിരിച്ച് ആൾക്കാർ വരും. ഭാഗവത സപ്താഹത്തിന് പോയി കഴിഞ്ഞാൽ രാസലീലയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. കാരണം അത് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ സ്വഭാവവും ആരിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്? നല്ലതും ചീത്തയും കൃഷ്ണനിൽ നിന്നാണ്. പക്ഷെ കൃഷ്ണൻ ലീലയാണ്, നമ്മൾ ചെയ്താൽ അടിയാണ്. അപ്പോൾ കൃഷ്ണൻ ചെയ്യുന്ന എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവിടെ ഒരു കർമ്മഭൂമി വേണം. അപ്പോൾ കർമ്മഭൂമി എന്താണ്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരമില്ലാതെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ശരീരം എങ്ങനെ കിട്ടി നമുക്ക്? ഈ ശരീരം എങ്ങനെ കിട്ടി? നമ്മുടെ കർമ്മഫലം, എന്തോ പ്രവൃത്തിയുടെ റിസൾട്ടാണ് ശരീരം കിട്ടിയത്. അപ്പോൾ ഓരോ ശരീരവും, എല്ലാ ശരീരവും സെയിം ആണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നുപോലെയാണ് ഇരിക്കുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ചു, എല്ലാവരും ഒന്നുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല. എത്ര വെറൈറ്റി ഉണ്ട് മനുഷ്യരിൽ? 4 ലക്ഷം വെറൈറ്റി ഉണ്ട്. അതിനകത്തും വെറൈറ്റി കാണും. 4 ലക്ഷം വെറൈറ്റിയിൽ പിന്നെയും കാണും, അല്ലേ? വ്യത്യസ്തമായ ആൾക്കാരിൽ എങ്ങനെ പറയാം? 4 ലക്ഷത്തിൽ എന്തൊക്കെ വെറൈറ്റി കാണാം നമുക്ക്? 4 ലക്ഷം വെറൈറ്റി. മനുഷ്യാനാം ചതുർലക്ഷാനാം. 4 ലക്ഷമുണ്ട്. അമേരിക്കനെ കണ്ട ഇന്ത്യനെ പോലെ ഇരിക്കുമോ? ഇല്ല. നീഗ്രോയെ കണ്ട ഇന്ത്യനെ പോലെ ഉണ്ടാകുമോ? ഇന്ത്യയിൽ തന്നെ ബംഗാളികളെ കണ്ടാൽ കേരളത്തിലുള്ള ആളെ പോലെ ഇരിക്കുമോ? അല്ല. കാശ്മീരിയെ കണ്ട കേരളത്തിലുള്ള ആളെ പോലെ ഇരിക്കുമോ? തമിഴ്നാട്ടിൽ വ്യത്യസ്തമായിരിക്കും, ആന്ധ്രയിൽ വേറെ മാതിരി ഇരിക്കും, മംഗോളിയൻ വേറെ ആയിരിക്കും, ചൈനക്കാരൻ വേറെ ആയിരിക്കും, ജപ്പാൻകാരൻ വേറെ ആയിരിക്കും, അല്ലേ? ഓസ്ട്രേലിയയിൽ പോയാൽ അവർ വേറെ ആയിരിക്കും. അവരുടെ കണ്ണെങ്ങനെ ഉണ്ടാവും? പൂച്ചക്കണ്ണ്, വെളുത്ത പാണ്ട് പിടിച്ച ശരീരം പോലെ. ഓസ്ട്രേലിയൻസ് അങ്ങനെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതാണ് 4 ലക്ഷം വെറൈറ്റി. ഈ വെറൈറ്റി എങ്ങനെ കിട്ടി? അവരുടെ ആഗ്രഹം. അവർക്ക് ആ ശരീരത്തിൻ്റെ അടുത്ത് അതുപോലത്തെ ഒരു കോമ്പിനേഷനിൽ അവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ആ ശരീരം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ എത്ര ഉണ്ട്? 84 ലക്ഷം വെറൈറ്റി. ഇതെല്ലാം അവരവരുടെ പ്രവൃത്തിയുടെ റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നു വെച്ചാൽ കർമ്മഭൂമി, അതായത് കർത്ത എന്നുള്ള കാര്യം വേണം എന്ന് പറയാണ്. അപ്പോൾ ഈ ശരീരം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എന്തായി പോകും? ശരീരമില്ല, പക്ഷെ എന്തുണ്ട്? സോൾ നഷ്ടപ്പെടുമോ? ആത്മാവ് നശിച്ചു പോകുന്നില്ല. മനസ്സ് നഷ്ടപ്പെടുമോ?
മനസ്സ് നഷ്ടപ്പെടില്ല. ബുദ്ധി നഷ്ടപ്പെടുമോ? ബുദ്ധി നഷ്ടപ്പെടില്ല. ഇപ്പോൾ ബോഡി കൊണ്ട് കത്തിച്ചു, ചത്തുപോയി, ബോഡി കൊണ്ട് കത്തിച്ചു. പക്ഷെ എന്ത് മൂന്നുണ്ടാകും? ആത്മാവ്, മനസ്സ്, ബുദ്ധി ഉണ്ടാകും അല്ലേ? അത് ഈ ആത്മാവിൻ്റെ കൂടെ എപ്പോഴും രണ്ടുപേരും ഒന്നിച്ച് കാണും. ആരൊക്കെയാണ്? മനസ്സും ബുദ്ധിയും ഒന്നിച്ച് കാണും. നമ്മുടെ ആഗ്രഹം എവിടെയായിരിക്കുന്നത്? മനസ്സിനകത്ത്. അപ്പോൾ നമ്മൾ ശരീരം ഉപേക്ഷിച്ചു, നമ്മുടെ ആഗ്രഹം ഉപേക്ഷിച്ചോ? ആഗ്രഹം എവിടെ ഇരിക്കും? മനസ്സിലുണ്ടാകും. മനസ്സ് ആരുടെ കൂടെ ഇരിക്കും? സോളിൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിൻ്റെ കൂടെ നമ്മുടെ ആഗ്രഹം കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. ഇനി ഒരു ശരീരം ഈ ആഗ്രഹം അനുസരിച്ച് ആരാ തരുന്നത് നമുക്ക്? സൂപ്പർ സോൾ, പരമാത്മാവ് നമുക്ക് ഇനി ഒരു ശരീരം നമുക്ക് തരണം. ഭഗവാൻ ശരീരം തന്നില്ല, എന്താവും? പ്രേതമായിട്ടിരിക്കും. അതായത് ഭഗവാൻ തരും, ആ ശരീരം ടെമ്പററി ആയിട്ട് തരും. അതായത് ഭഗവാൻ ഒരു ശരീരം തന്നു നമുക്ക്. എന്തിനാണ്? ഈ കർമ്മമെല്ലാം, നിൻ്റെ ആഗ്രഹമെല്ലാം തീർക്കാനായിട്ട് ഞാനാണ് ശരീരം തന്നത്, ഭഗവാൻ തന്നു. ഈ ശരീരം നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ ശരീരം നശിപ്പിച്ചു, ആത്മഹത്യ ചെയ്തു, ശരീരം ഇല്ലാതെയാക്കി. അപ്പം ഭഗവാൻ ഉടനെ ശരീരം തരില്ല. ഭഗവാൻ എന്ത് ചെയ്യും? നിനക്ക് തന്നത് യൂസ് ചെയ്തില്ല, നല്ലൊരു വീട് തന്ന് നീ അതിനെ ഇടിച്ചു കളഞ്ഞു, ഇനി ടെമ്പററി ആ സ്കൂളിൽ പോയി വേണമെങ്കിൽ താമസിച്ചു എന്ന് പറയും. അവിടെ നിരന്തരമല്ല നിനക്ക്. അപ്പോൾ അതുപോലെ ടെമ്പററി ബോഡിയാണ് ഗോസ്റ്റ് ബോഡി. ആ ബോഡി തരും. അപ്പോൾ ആ ബോഡിക്കകത്ത് പോയി, ആ ബോഡിക്കകത്ത് പോകുമ്പോൾ എന്താണ്? നമ്മൾ അലഞ്ഞു തിരിയും. പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞതുപോലെ അലഞ്ഞു തിരിയും. അലഞ്ഞു തിരിയുകയാണെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും? ഇപ്പോൾ എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും? ചീത്ത പറയാം, ചിരിക്കാം, എടുത്ത് കഴിക്കാം, അടി കൊടുക്കാം, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. കാരണം എനിക്ക് എല്ലാ ഇന്ദ്രിയങ്ങളുണ്ട്. മറ്റേത് എനിക്ക് ഇന്ദ്രിയമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? പെട്ടു അല്ലേ? അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് വളരെ പ്രയാസമേറിയ കാര്യം. അതിനെപ്പോലെ നരകമില്ല. നമ്മൾ വിചാരിച്ചു ഈ ശരീരത്തിനെ വെച്ചിട്ട് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് ആൾക്കാർ കളയുന്നത്. ഇപ്പോൾ അതിനേക്കാളും അവസ്ഥ തെറ്റും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ദേഷ്യം തീർക്കാനൊരു മാർഗ്ഗമുണ്ട്. എൻ്റെ വാവുണ്ട്, കിടന്ന് വിളിക്കാം, ചീത്ത പറയാം, ബഹളം വയ്ക്കാം, എൻ്റെ ദേഷ്യം പകുതി കുറഞ്ഞു. പറയില്ലേ? നമ്മൾ ഒരാളുടെ അടുത്ത് തിരിച്ചെന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു ദേഷ്യം കുറയും. എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പാത്രം എടുത്ത് എറിയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, കൈയുണ്ട്, കാലുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ അതേ ദേഷ്യം മനസ്സിനകത്തുണ്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇപ്പം എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നേരത്തെ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് ആത്മാവിനൊരു സമാധാനം, രണ്ടെണ്ണം പറഞ്ഞു, അവന് രണ്ടെണ്ണം കൊടുത്തു, സമാധാനമായി എനിക്ക്. ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ട്? അതേ തെറ്റ് എൻ്റെ ഫ്രണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുന്നു, എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം എവിടെയായിരിക്കും? മൈൻഡിൽ കൂടുതൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകും. ഒരാൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത അവസരം വരുമ്പോഴാണ് മാനസികാവസ്ഥ ആൾക്കാർക്ക് തെറ്റുന്നത് ചിലർ. അപ്പോൾ അവർ ആ ഇന്ദ്രിയം കൊണ്ട് അതിനെ റിയാക്ട് ചെയ്യുകയോ ടോളറൻസ് ചെയ്യുകയോ ചെയ്താൽ അവർക്ക് മാനസിക പ്രശ്നം വരില്ല. പക്ഷെ ഇതെല്ലാം ചില വീടുകൾ അങ്ങനെയാണ്. ഭർത്താക്കന്മാർ ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ ഇവരെല്ലാം മനസ്സിലിങ്ങനെ ഒതുക്കി ഇങ്ങനെ സപ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കും. ഒരു ദിവസം എന്താവും? പൊട്ടിത്തെറിയും. അവിടെ ഭയങ്കര ബഹളമായിരിക്കും. കാരണം എന്തുകൊണ്ട്? ഇവരതിനെ ടോളറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം പ്രകടിപ്പിച്ചു. അന്ന് അവർക്ക് ഇത്തിരി സമാധാനമുണ്ട്. ഞാൻ രണ്ടെണ്ണം പറഞ്ഞു, കുറേ നാൾ കൊണ്ട് നടന്നതാണ്, ഇന്ന് ഞാൻ പറഞ്ഞു, ആ സമാധാനമുണ്ട്. ഇപ്പോൾ ഗോസ്റ്റിൻ്റെ ബോഡിയിൽ പോകുമ്പോൾ ഇതേ വെപ്രാളം പ്രശ്നമെല്ലാം നമ്മുടെ മൈൻഡിലുണ്ട്. എങ്ങനെ റിയാക്ട് ചെയ്യും? ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിയാക്ട് ചെയ്യാത്ത അവസരത്തിൽ നമുക്ക് കരച്ചിൽ വരും. ഒരാൾ നമ്മളെ ചീത്ത പറയുമ്പോൾ ചിലർ ടോളറേറ്റ് ചെയ്യും. ഇങ്ങനെ ടോളറേറ്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, അവർക്ക് എങ്ങനെയെങ്കിലും റിയാക്ട്. അപ്പോൾ അവർ കരയും. റിയാക്ട് ചെയ്യുന്നവർ ചിലപ്പോൾ കരയില്ല, അവർ ബഹളം വയ്ക്കും അല്ലേ? അതുപോലെ നമ്മൾ മാനസികമായിട്ട് വിഷമിച്ചിട്ട് ഈ സോൾ കരയും. അതിനൊന്നും നമുക്കും അറിയില്ല. അവർ കരഞ്ഞാലിപ്പോൾ ഒരാളുടെ അടുത്ത് പറയാം, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയുമ്പോൾ പോട്ടെ ഇനി ഞാൻ ചെയ്യില്ല, എനിക്ക് സോറി വേണമെങ്കിൽ പറയാം. ഈ കരയുന്നത് പോലെ എനിക്കും മനസ്സിലാകുന്നില്ല, അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ റിയലി സഫറിങ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ എന്ത് പറയുന്നത്? ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അതിനെപ്പോലെ ഒരു നരകമില്ല അല്ലേ? ഇരുന്നിട്ട് വേണമെങ്കിലും ഫേസ് ചെയ്യാം ഏത് പ്രശ്നത്തിനെയും. പക്ഷേ ശരീരമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ ദുന്ദുകാരിയുടെ കഥയൊക്കെ നോക്കുമ്പോൾ, ദുന്ദുകാരി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ദുന്ദുകാരി മുഴുവനും എൻജോയ് ചെയ്തു. എങ്ങനെ എൻജോയ് ചെയ്ത്? കംപ്ലീറ്റ് സമ്പത്തും എടുത്ത് പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊണ്ട് കൊടുത്തു. വീട്ടിലിരിക്കുന്നത് ഭാര്യയെല്ലാം വിട്ടിട്ട് ആർക്ക് കൊണ്ട് കൊടുത്തു? അവർക്ക് കൊണ്ട് കൊടുത്ത് അവരുടെ കൂടെ എൻജോയ് ചെയ്തു ലൈഫിൽ.
അവസാനം വീട്ടിലിരിക്കുന്ന വസ്തു കംപ്ലീറ്റ് വിറ്റോരി, എല്ലാം വിറ്റ്, അവരുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. അവസാനം ദുന്തുകാരി എന്ത് ചെയ്തു വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കാതിൽ കിടക്കുന്നതെല്ലാം പിടിച്ചു വെച്ചു. ആർക്ക് കൊണ്ടു കൊടുക്കാം? ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊണ്ടു കൊടുക്കാം. അതും കൊടുത്തു. അവരെ തല്ലി, അവരെ ചവിട്ടി, എല്ലാം ചെയ്ത് ദുഷ്ടത്തനവും ചെയ്തിട്ട് ആ പൈസയും തീർന്നു. ഇപ്പോൾ ഒന്നുമില്ല ദുന്തുകാരി. അപ്പോൾ അവരെന്ത് ചെയ്തു? ദുന്തുകാരി അടിച്ചു പൊട്ടിച്ചു. പൈസ ഇല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ പൈസ ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല എന്ന് പറഞ്ഞ് ദുന്തുകാരി അടിച്ചു. അപ്പോൾ ദുന്തുകാരിക്ക് പോകുന്നില്ല. അടിച്ചു പൊട്ടിച്ചപ്പോൾ എന്ത് ചെയ്യണം? ദുന്തുകാരി അവിടെ നിന്ന് പോകണമായിരുന്നു. ദുന്തുകാരി പോകുന്നില്ല, തിരിച്ച് പോകുന്നു. അവർക്ക് ശല്യം സഹിക്കാൻ വയ്യാതെ എല്ലാവരും തല്ലിക്കൊന്നു. എല്ലാ സ്ത്രീകളും കൂടെ ചേർന്ന് ആരെ തല്ലിക്കൊന്നു? ദുന്തുകാരിയെ തല്ലിക്കൊന്നു കിണറ്റിക്കൊണ്ടു. അപ്പോൾ ദുന്തുകാരിയുടെ ഡിസയർ മാറിയോ? മരിക്കുന്ന സമയത്ത് ആഗ്രഹം മാറിയില്ല, പക്ഷെ ശരീരം പോയി. ഇപ്പോൾ ദുന്തുകാരിക്ക് ആഗ്രഹം മൈൻഡിൽ ഫുള്ളായിട്ട്, അതുകൊണ്ട് ഗോസ്റ്റായി. ഇപ്പോൾ ഗോസ്റ്റ് ബോഡി കിട്ടി. പക്ഷേ ഇപ്പോൾ ദുന്തുകാരി എന്ത് ചെയ്യുന്നത് മൈൻഡിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് എല്ലാവരെയും ഉപദ്രവിച്ചു തുടങ്ങി. പോകുന്ന വരുന്നവരെ എല്ലാവരെയും പേടിപ്പിക്കലും ഓട്ടിക്കലും എല്ലാ തരത്തിലും ദുഷ്ടത്തനം ചെയ്യുന്നു. അപ്പോൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. പക്ഷെ ദുന്തുകാരിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ നല്ല ഭക്തനായിരുന്നു. അയാൾ സന്യാസം സ്വീകരിച്ച് ഇങ്ങനെ തീർത്ഥാടനത്തിന് കാശിക്ക് പോയിരിക്കുകയാണ്. കാശിക്ക് പോയിട്ട് കാശിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബന്ധുക്കളെ കണ്ടു, ബാക്കിയുള്ള ആൾക്കാരെ കണ്ടു. നീ അറിഞ്ഞ ദുന്തുകാരി, നിൻ്റെ അനിയനെ കൊണ്ട് വലിയ ശല്യമാണ്. അനിയൻ ചത്തല്ലോ, ഇനി എന്താ ശല്യം? അവൻ എവിടെ പോയി? അവിടെ തന്നെ നാട്ടുകാരെല്ലാം ഉപദ്രവിക്കുന്നു, പല ഗോസ്റ്റായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. ദുന്തുകാരിക്ക് വലിയ വിഷമമാണ്. കാരണം എന്താണ്? ഒരു സഹോദരൻ തെറ്റായ മാർഗം പോയി, ഇപ്പോൾ ഗതിയില്ലാതെ അലയുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ദുന്തുകാരി തിരിച്ചു വന്നു. അതാണ് പറയുന്നത്, കാശിക്ക് പോയാലും കർമ്മ പോകില്ല എന്ന് പറയും. അപ്പോൾ ആരുടെ കർമ്മ പോയില്ല? ഈ ബന്ധം, സഹോദരൻ എന്നുള്ള ബന്ധം ആർക്കും വിട്ടുപോയില്ല? ദുന്തുകാരിക്ക് പോയില്ല. അപ്പോൾ ദുന്തുകാരി തിരിച്ച് ആ ബന്ധം തീർക്കാൻ, ആ കർമ്മം ചെയ്യാനായിട്ട് തിരിച്ചു വന്നു. തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഭാഗവത സപ്താഹം 7 ദിവസം ശ്രീമദ് ഭാഗവതം വായിക്കും. അപ്പോൾ ഇവിടെ എന്താ ചെയ്തു? 7 ദിവസം ഭാഗവതം വായിക്കും വെച്ചാൽ ഈ ആത്മാവിനെ, അവിടെ ആത്മാവിന് മനസ്സുണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു. ആത്മാവ് ദുന്തുകാരിയുടെ സഹോദരൻ ഇങ്ങനെ അലഞ്ഞു തിരിയാണ്. അപ്പോൾ അതിനെ 7 days കൃഷ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആത്മാവ് പരിശുദ്ധമായി, ആ മനസ്സ് പരിശുദ്ധമായി. ഈവൻ ഗോസ്റ്റ് ആയിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ പരിശുദ്ധമാക്കാൻ പറ്റും. അവർ പരിശുദ്ധമായി കഴിഞ്ഞാൽ അവർ ലിബറേഷൻ കിട്ടും, അല്ലെങ്കിൽ അവരാരെയും ഉപദ്രവിക്കില്ല. അതല്ലാതെ അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ 7 days ഓരോ ദിവസത്തിലും എന്ത് ചെയ്യുവെച്ചാൽ ദുന്തുകാരിയുടെ അനുജൻ ഗോകർണൻ അല്ലേ, ഗോകർണൻ എന്ത് ചെയ്യുവെച്ചാൽ ആ ബാംബു സ്റ്റിക്കിൻ്റെ മുള ഇങ്ങനെ ഓരോ മുട്ടുണ്ട്, അതിൻ്റെ ഏറ്റവും അടിയിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ടോപ്പിലിരിക്കും. ശ്രീമദ് ഭാഗവതം പറയുമ്പോൾ ആദ്യത്തെ ദിവസമായപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ മുട്ടം പൊട്ടിയിട്ട് സെക്കൻഡ് ഡേ ആകുമ്പോൾ 2, അങ്ങനെ 7 പൊട്ടിയിട്ട് ഫൈനലി എല്ലാവരുടെ ഫ്രണ്ടിലും ലിബറേറ്റഡായി 4 കൈ 4 ഹാൻഡ് ഫോമിൽ തിരിച്ച് ചതുർഭുജത്തിൽ തിരിച്ച് എവിടെ പോകും? വൈകുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ശരീരമില്ലാത്തതുകൊണ്ട് ഗതിയില്ലാതെ അലഞ്ഞു അല്ലേ? കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ശരീരമാണ്. ആ ശരീരമില്ലെങ്കിൽ നമുക്ക് ആ കാരണം, നമുക്കത് ചെയ്യാൻ പറ്റില്ല ആ കാരണം. അപ്പോൾ ആ ശരീരത്തിൽ തന്നെ 2 കാര്യം ചെയ്യാം, നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാം. ദുന്തുകാരിയുടെ സഹോദരൻ എന്ത് ചെയ്തു? ചീത്ത പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് മോശമായ റിസൾട്ട് ആ പുള്ളിക്ക് കിട്ടി. പക്ഷേ സഹോദരൻ എന്താ ചെയ്തത്? നല്ല പ്രവൃത്തി ചെയ്തു. എന്ത് ചെയ്തു? കൃഷ്ണാവബോധത്തിൽ കൃഷ്ണനെ അന്വേഷിച്ച് നടന്നു. തിരിച്ച് കാരുണ്യപൂർവ്വം ഈ സഹോദരന് വേണ്ടി ശ്രീമദ് ഭാഗവതം വായിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ആത്മാവ് അദ്ദേഹവും പരിശുദ്ധമായി, അദ്ദേഹം കാരണം ഇനി ഒരാൾക്കും പരിശുദ്ധി നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ദുന്തുകാരിയുടെ പ്രഭുപാദിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അതിനകത്തും ഇതാണ്. പ്രഭുപാദ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കും ഒരു വീട്ടിൽ, ഒരു പഴയ വീട്ടിൽ. അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭയങ്കര ഗോസ്റ്റ് ഉണ്ട്. അത് പ്രഭുപാദിന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പോകുമ്പോൾ കഥ പട്ടാന്നടയ്ക്കും, സൗണ്ട് കേൾക്കും. അങ്ങനെ പ്രഭുപാദിന് മനസ്സിലായി ഇവിടെ എന്തുണ്ടെന്ന്, ഗോസ്റ്റ് ഉണ്ടെന്ന്. പ്രഭുപാദ് എന്ത് ചെയ്ത്? ചിരിച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നാമം ജപിച്ചു. ആ ഗോസ്റ്റ് ലിബറേറ്റഡ് ആയി പോയി. ഇന്നും മായാപൂർ പരിക്രമന് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താ വെച്ച്, ഒരു പഴയ ഈ മൊഹൻജദാരോ പുഴയിലെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് ഗോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവിടെ ആരും പോകില്ല. അവിടെ ആരും പോകാതെ അത് ഗവൺമെൻറ് തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. തന്നെ ഇസ്കോൺ ഡിവോട്ടീസ് എല്ലാം പോയി. അത് കാരണം അവിടെ ചൈതന്യ ലീല നടന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് കീർത്തനം ചെയ്തു. അങ്ങനെ അവർ ഫുൾ ടൈം കീർത്തനം ചെയ്തപ്പോൾ അവിടെ നിന്ന് ഗോസ്റ്റ് പോയി.
കാരണം അവർ എവിടെ ഇരിക്കില്ല, അവർ ഒന്നുകിൽ ലിബറേറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ ആ നാമം അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് പറയും, ആ സ്ഥലം വെക്കേറ്റ് ആകും. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധമായ ഹൃദയമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. ഈവൻ രാമാനുജാചാര്യയുടെ ലൈഫ് സ്റ്റോറി എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു രാജാവ്, ഈ രാജാവിനൊരു മോളുണ്ടാവും. ഈ മോൾക്ക് ഇങ്ങനെ പ്രേതബാധ പിടിക്കും. എന്നിട്ട് ഈ കുട്ടി എന്താണെന്ന് വെച്ചാൽ ഭ്രാന്തി പിടിച്ചതുപോലെ ഇങ്ങനെ അലയും. അപ്പോൾ രാമാനുജാചാര്യരുടെ ഗുരു ആണെങ്കിൽ പ്രേതത്തിനെ ഓട്ടിക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ടാണ്, യാദവ പ്രകാശ്. അപ്പോൾ ഈ യാദവ പ്രകാശ് ചെന്ന് വിളിക്കും. ആര് വിളിക്കും? അവരുടെ ആ രാജാവ് വിളിച്ചിട്ട് പറയും, എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയും. അങ്ങനെ യാദവ പ്രകാശ് പോയിട്ട് മന്ത്രമെല്ലാം ജപിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, ഓട്ടിച്ചു. അത് ഓടുന്നില്ല, എന്ത് ചെയ്താലും പോകുന്നില്ല, ആ ഗോസ്റ്റ് പോകുന്നില്ല. അപ്പോൾ യാദവ പ്രകാശ് ചോദിക്കും, നീ എന്താ പോകാത്തത്? അത് എന്നെ ഓട്ടിക്കാനുള്ള പ്യൂരിറ്റി നിനക്കില്ല എന്ന് പറയും. ആരുടെ അടുത്ത് പറയാണ്? വലിയ ഗോസ്റ്റിനെ ഓട്ടിക്കുന്ന ഒരു ആചാര്യൻ്റെ അടുത്താണ് പറയുന്നത്, എന്നെ ഓട്ടിക്കാനുള്ള പരിശുദ്ധി നിൻ്റെ അടുത്തില്ല എന്ന് പറയും. അപ്പോൾ ശരി, അതിനെന്ത് ചെയ്യണം എന്ന് ഗോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചെയ്യും. അത് നിൻ്റെ ശിഷ്യനെ വിളിച്ചോണ്ട് വരും എന്ന് പറയും. നിൻ്റെ ശിഷ്യൻ വിചാരിച്ചാൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും എന്ന് പറയും. അപ്പോൾ ആരാണെന്ന് ചോദിക്കും? രാമാനുജാചാര്യൻ. അങ്ങനെ ഏറ്റവും ചെറിയ ശിഷ്യനായ ആ രാമാനുജാചാര്യനെ ഉടനെ വിളിച്ചിട്ടുണ്ടാകും. രാമാനുജാചാര്യർ വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? ഇവിടെ എന്താ പോകാത്തത്? അത് നിൻ്റെ തൃപ്പാദം എൻ്റെ തലയിൽ കൊണ്ടാൽ ഞാനിവിടെ. അങ്ങനെ രാമാനുജൻ, ഞാൻ പോയി എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അഥവാ ഞാൻ നിന്നെ ചവിട്ടിയാൽ, ഈ രാജകുമാരിയെ ഞാൻ ചവിട്ടിയാൽ ഈ ഗോസ്റ്റ് നീ പോയെന്നെങ്ങനെ മനസ്സിലാക്കും ചെയ്യും. അപ്പോൾ അവിടെ പറയും, അവിടെ കാണിച്ചിട്ട് ഒരു അരയാലിൻ്റെ കൊമ്പ് ഇമ്മീഡിയറ്റായിട്ട് പൊട്ടി വീഴുമെന്ന് പറയും, വലിയ ശാഖ. എന്നിട്ട് അതുപോലെ രാമാനുജാചാര്യ കാലെടുത്ത് വെച്ചത് മരം ഇമ്മീഡിയറ്റ്. അപ്പോൾ ശരിക്കും ചിലപ്പോൾ പറയും, വീട്ടിൻ്റെ മുറ്റത്തിലൊക്കെ ഈ ഗോസ്റ്റ് പോകുമ്പോൾ മുരിങ്ങ മരം മറ്റു മരങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴും. എന്താണെന്ന് വെച്ചാൽ അവർ അതിന് ഭയങ്കര ബഹളം വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ആ സ്പിരിറ്റ് സോളിന് പവറുണ്ട്, ശക്തിയുണ്ട്. നമുക്ക് സോളിന് പവറുണ്ടെന്ന് പറയുന്ന പോലെ അതിന് പവറുണ്ട്. അപ്പോൾ എന്താ ഇവിടെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഒന്ന്, കർമ്മഭൂമി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഭൗതിക ലോകത്ത് വന്നത്. ഈ കർമ്മശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണസേവ. പക്ഷെ അത് ചെയ്തില്ലെങ്കിലും കർമ്മത്തിനെ നന്നായിട്ട് ചെയ്യണം. കർമ്മത്തിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യണം എന്നാണ്. അതേപോലെ സോൾ, ആത്മാവ്. അപ്പോൾ ആത്മാവിനെ നമ്മളിപ്പോൾ നോക്കി. ഈ ആത്മാവിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആത്മാവിനെ രണ്ട് കാര്യത്തിൽ എൻഗേജ് ചെയ്യാം. നമ്മൾ പറയും, ഇന്ദ്രിയാണി പരാന്യാഹുർ ഇന്ദ്രിയേഭ്യ പരമനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സാ. ഇന്ദ്രിയാണി പരാന്മനഃ. ഇന്ദ്രിയത്തിനേക്കാളും പവർഫുൾ ഏതാണ്? എൻ്റെ കൈയും കണ്ണും ഒക്കെ അടച്ചൊക്കെ വയ്ക്കാം. പക്ഷേ എൻ്റെ മനസ്സിന് അടച്ചു വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു TV വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് പറയും, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത്, TV കാണരുത്, നീ ഇപ്പോൾ ഇരുന്ന് പഠിക്കുമെന്ന് പറയും. എന്നിട്ട് അപ്പുറത്ത് റൂമിനകത്തിരുന്ന് അമ്മ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടെ മനസ്സിൽ പുതിയൊരു സിനിമ, അങ്ങനെ കാണാത്ത കാര്യം ഇവിടെ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. സൗണ്ട് കേട്ടിട്ട് അത് ഇമാജിൻ ചെയ്യില്ലേ? അതിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. പണ്ടൊക്കെ എങ്ങനെയാണ്? റേഡിയോ വെച്ചിട്ട് സിനിമ കാണും അല്ലേ? എത്ര പേര് കണ്ടിട്ടുണ്ട്? റേഡിയോയിൽ സിനിമ ഇത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ റേഡിയോയിൽ ആ സിനിമയുടെ കംപ്ലീറ്റ് ഡയലോഗ്സ് ഇങ്ങനെ ഫുൾ സിനിമ ഇടും. എല്ലാവരും, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് വീട്ടിലെല്ലാവരും ചുറ്റിയിരുന്നത്, ഇങ്ങനെയൊന്നും കേട്ടോണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്? ആ സീനെല്ലാം ഇങ്ങനെ മോഹൻലാലിൻ്റെ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ മോഹൻലാലിൻ്റെ രൂപം അറിയാം, പക്ഷേ ആ കാര്യം നമ്മൾ സിനിമയിൽ പോയി കാണുമ്പോൾ അതേ ആയിരിക്കില്ല. പക്ഷെ നമ്മളങ്ങനെ ഇമാജിൻ ചെയ്യും. അപ്പോൾ മൈൻഡിന് എത്ര പവറാണ്? ഭയങ്കര പവറാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇന്ദ്രിയത്തിനേക്കാളും പരമം ഏതാണ്? മനസ്സസ്തു പരാബുദ്ധി. മനസ്സിനേക്കാളും പവർഫുൾ ഏതാണ്? ബുദ്ധി. കാരണം ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാം. ഇനി ബുദ്ധിയേക്കാളും ശ്രേഷ്ഠം ഏതാണ്? ആത്മാവ്. കാരണം ഈ ആത്മാവിനെ ഭഗവത് സേവനത്തിൽ വെച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാം. പക്ഷെ ഭഗവത് സേവനത്തിൽ വെച്ചില്ലെങ്കിലോ ഈ ഇന്ദ്രിയം അതിൻ്റെ ഇഷ്ടത്തിന് അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആത്മാവിനെ എന്ത് ചെയ്യണം? ഭഗവത് സേവനത്തിലോട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇനി ഇന്ദ്രിയം നോക്കിയാൽ നമുക്ക് ഒരു ആക്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ്. ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കുമുള്ള ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഇന്ദ്രിയം. കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, ഇതെല്ലാം പവർഫുള്ളാണ്. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരു ഇന്ദ്രിയം മതി നമ്മുടെ കംപ്ലീറ്റ് കൃഷ്ണാവബോധം നശിപ്പിക്കാൻ. എല്ലാ പഞ്ചേന്ദ്രിയം വേണമെന്നില്ല, ഒറ്റ ഒരു ഇന്ദ്രിയം മതി. എന്ത് മതി? ചെവി മാത്രം മതി. വേണ്ടാത്തന്നെ പറയണൊക്കെ കേട്ടുകൊണ്ടേയിരുന്നാൽ മതി, ബാക്കി എല്ലാ ഇന്ദ്രിയം തനിയെ പ്രവർത്തിച്ചു അല്ലേ? കണ്ണ് മാത്രം മതി, കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കാണ് ബാക്കി 4 ഇന്ദ്രിയങ്ങളും കൂടെ പ്രവർത്തിക്കും. അപ്പോൾ എല്ലാ ഇന്ദ്രിയം പ്രവർത്തിക്കണമെന്നില്ല. ഒരു ഇന്ദ്രിയം
പവർഫുള്ളായിട്ട് പ്രവർത്തിച്ചാൽ, പക്ഷെ അതേപോലെ ഒരു ഇന്ദ്രിയം കൃഷ്ണാബോധത്തിൽ പ്രവർത്തിച്ചാലോ അങ്ങനെ പരിശുദ്ധമാവും. ഈ ഒരു ഇന്ദ്രിയം എങ്ങനെയാണോ ബാക്കി 4 ഇന്ദ്രിയത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്തോ, അതേപോലെ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കണ്ണുകൊണ്ട് കൃഷ്ണനെ കണ്ടുകൊണ്ടേയിരുന്നാൽ, ചെവി കൊണ്ട് കൃഷ്ണകഥ അല്ലെങ്കിൽ ആചാര്യാസിൻ്റെ ലെക്ചേഴ്സ് ഇതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നാൽ, പാടിക്കൊണ്ടേ കീർത്തനം ചെയ്തുകൊണ്ടേയിരുന്നാൽ കംപ്ലീറ്റ് കൃഷ്ണാബോധത്തിലാവും. ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് കൃഷ്ണാബോധത്തിൽ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർമ്മ. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം. ഈ പറഞ്ഞതുപോലെ കൃഷ്ണാബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ശരീരം തന്നിരിക്കുന്നത്. ഭൂമിയിൽ വന്ന് ജനിച്ചതും എന്തിനാണ്? കൃഷ്ണാബോധത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നരകത്തിൽ തന്നെ ഇട്ടിരിക്കാം, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി എവിടെ ഇട്ടിരിക്കാം? സ്വർഗത്തിൽ ഇട്ടിരിക്കാം. പക്ഷെ കർമ്മഭൂമി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് ഇടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? കൃഷ്ണന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസും വേറെ ആയിരിക്കും. എൻ്റെ ഡ്യൂട്ടി ആയിരിക്കില്ല നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കില്ല അവരുടെ. അപ്പോൾ എല്ലാവരുടെ ഡ്യൂട്ടീസും എങ്ങനെ ആയിരിക്കും? വ്യത്യസ്തമായി. എന്തുകൊണ്ട് എല്ലാവർക്കും വേറെ വേറെയായി? ആഗ്രഹം എൻ്റെ ആഗ്രഹമല്ല നിങ്ങളുടെ ആഗ്രഹം, അല്ലേ? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. സ്കൂളിൽ വിടുമ്പോൾ 4 മക്കളുണ്ടെങ്കിൽ എങ്ങനെ വിടും? 4 പേരെയും ഒരേപോലെ ഒരേ സ്കൂളിൽ വിട്ടു, ഒരേപോലെ ഫീസ് കൊടുത്തു, ഒരേപോലെ വസ്ത്രം കൊടുത്തു, ഒരേപോലെ ആഹാരം കൊടുത്തു, ഒരേപോലെ പഠിക്കാൻ ടീച്ചറെയും വെച്ചു, സെയിം ടീച്ചറെയും വെച്ചു. പക്ഷെ പഠിക്കുന്ന കുട്ടികൾ ഓരോന്നും ഓരോ തരത്തിലായിരിക്കും. എല്ലാത്തിലും ഒന്നുപോലെ ആയിരിക്കും മാർക്ക്? അല്ല, ഒരെണ്ണത്തിന് കൂടുതൽ, ഒരെണ്ണത്തിന് പഠിക്കാൻ താല്പര്യമില്ല, അതിന് 0. അപ്പോൾ ഇങ്ങനെ പല തരത്തിലായിരിക്കും. അപ്പോൾ അവരുടെ ആഗ്രഹം വേറെയാണ്. ഒരെണ്ണത്തിനെ നമ്മൾ കൊണ്ട് സയൻസ് പഠിക്കാൻ വിടുമ്പോൾ അതിന് മ്യൂസിക് പഠിക്കണം, ഒരെണ്ണത്തിന് മ്യൂസിക് പഠിക്കാൻ വിടുമ്പോൾ അതിനെന്ത് പഠിക്കണം? മാത്സ് പഠിക്കണം. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഡിഫറെൻ്റാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ വ്യത്യാസമാണെങ്കിൽ അവരുടെ പ്രവൃത്തിയും വ്യത്യാസമാണ്. അവരുടെ പ്രവൃത്തി വ്യത്യാസമായാൽ ആ പ്രവൃത്തി അനുസരിച്ചുള്ള ശരീരമായിരിക്കും അടുത്ത്. ഇപ്പോൾ ഒരാൾക്ക് നല്ല പ്രവൃത്തി ചെയ്യാനാണ് താല്പര്യം, അമ്പലത്തിൽ പോവുക, ദർശനം എടുക്കുക, പ്രദക്ഷിണം വയ്ക്കുക. ആ കുട്ടിക്ക് ചിലപ്പം കൊച്ചിലെ അങ്ങനെ ഒരു ഡിസയർ ഉണ്ടാകും, അല്ലേ? നാമം ജപിക്കുക, കഥകൾ കേൾക്കുക കൃഷ്ണനെക്കുറിച്ച്, ഇത് ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. ഇത് വളർന്നാൽ, പക്ഷെ അത് കൃഷ്ണാബോധത്തിലായില്ല, പക്ഷെ ആ നല്ല ഡിസയർ എല്ലാം ഉണ്ട്, അത് പുണ്യമായിട്ട് തീരും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എവിടെ വന്ന് ജനിക്കും? നല്ല ഒരു ഉയർന്ന കുടുംബത്തിൽ വന്ന് ജനിക്കും. എല്ലാ തരത്തിലും സമ്പത്ത് കിട്ടും, എല്ലാ ഐശ്വര്യം സൗന്ദര്യം കിട്ടും, വിദ്യാഭ്യാസം കിട്ടും, പൈസ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നു ഭഗവാൻ? എൻജോയ് ചെയ്ത് നശിച്ചു പോകാനാണ് കൊടുക്കുന്നത്. എന്തിനാണ്? ഈസി ആയിട്ട് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് ദാരിദ്ര്യവും പ്രശ്നവും ദുരിതവും ഉണ്ടായാൽ അവർക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മളെ വീട്ടിൽ ഭയങ്കര ബഹളമാണ്, എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും, നമുക്ക് എങ്ങനെ ജപിക്കാൻ പറ്റും? പക്ഷെ എല്ലാവരും നമുക്ക് ഒരു സമാധാനം തരുന്നെങ്കിലോ? സമാധാനം തന്നാൽ നമ്മളാൾക്കാർ ജപിക്കില്ല. അതാണ് അതിന് വലിയ വ്യത്യാസം. നല്ല സിറ്റുവേഷൻ കൊടുത്താൽ നമ്മളാൾക്കാർ ജപിക്കില്ല, ചെയ്യില്ല. യഥാർത്ഥത്തിൽ ട്രബിൾ കിട്ടണം എങ്കിൽ അവർ ചില വീട്ടിലിങ്ങനെ പറയാം, പോകരുത് ഇസ്കോണിൽ, അപ്പം ഞാൻ പോകും. ജപിക്കരുത്, അപ്പം ഞാൻ ജപിക്കും. പ്രസാദം കഴിക്കരുത്, ഞാൻ പ്രസാദം മാത്രമേ കഴിക്കുകയുള്ളൂ. ഇങ്ങനെയാണ്. ശരി, ഞാൻ പ്രസാദം തരാൻ മോനെ കഴിക്കുക, എനിക്ക് പ്രസാദമുണ്ട്, ഐസ്ക്രീം, അല്ലേ? നീ ജപിക്ക്, അവരെല്ലാവരും ജപിക്കുകയാണ്, നീയും കൂടെ ജപിക്ക്, എനിക്കിപ്പോൾ പറ്റില്ല. അപ്പോൾ ഏത് സിറ്റുവേഷൻ വേണം? ഓപ്പോസിറ്റ് വേണം. ആരെങ്കിലും നോ പറഞ്ഞാൽ നന്നായിട്ട്, ഞാനൊക്കെ എങ്ങനെയാണ്, വീട്ടിൽ ഓരോന്നിനും നോ പറയുമ്പോൾ നന്നായിട്ട് ചെയ്യും. അത് എല്ലാം ചെയ്യുമെന്ന് പറയുന്ന അവസരം വരുമ്പോൾ ഞാൻ മടിയാണ്. അപ്പോൾ അതാണ് ചിലപ്പോൾ നമുക്ക് നല്ല ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകും. അമ്പലം അസോസിയേഷനിലിരിക്കുമ്പോൾ എല്ലാം ചെയ്യാനുള്ള മാർഗം, ഏകാദശി ഓർമ്മിപ്പിക്കാൻ ആളുണ്ട്, അല്ലെ? പ്രസാദം തരാനൊരു അവസരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ അഹങ്കാരം കാണിക്കും. എന്ത് ചെയ്യും? അഹങ്കാരം കാണിച്ചിട്ട് ഇതിനൊന്നും റെസ്പെക്റ്റ് ഇല്ലാതെ ഇതൊന്നും നേരെ ചെയ്യാതെ കൊടുക്കും. അവസാനം ഭഗവാൻ എന്ത് ചെയ്യും? വേണ്ട, നിനക്ക് വേണ്ടല്ലോ, ഞാനെടുത്ത് മാറ്റാം എന്ന് പറഞ്ഞ് നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് എടുത്ത് മാറ്റും. അപ്പോൾ നമുക്ക് എന്തായി? ഇപ്പം ഉള്ള സെക്യൂരിറ്റിയും പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഏത് നല്ലത് കിട്ടുന്നോ അതിന് വിടരുത്, ഒരു കാരണം വെച്ചാലും വിടരുത്. അത് പിന്നെ അവിടെ എന്ത് ട്രബിൾ ഉണ്ടായിരുന്നാലും ശരി തന്നെ അവിടെ ഇരുന്നു കൊണ്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ് ആവാം. അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നടക്കണമെങ്കിൽ ഇപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? ശരീരമുണ്ട്, ഇന്ദ്രിയമുണ്ട്, പിന്നെ ശരീരം, ഇന്ദ്രിയം, ആത്മാവ്, പിന്നെ പരിശ്രമം, ഇനി എന്ത് ചെയ്യണം? പരമാത്മാവിൻ്റെ സാങ്ഷൻ.
ഇതെല്ലാം സാങ്ഷൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഫോർ എക്സാമ്പിൾ, ഈസിയായിട്ട് ജയ് ശ്രീ ശ്രീ രാധാ മാധവ ജയ. അതായത് നമ്മൾ പറയും ഒരു തുരുമ്പ് അനങ്ങണമെങ്കിലും അത് ആരുടെ പെർമിഷൻ വേണം? ഭഗവാൻ പെർമിഷൻ കൊടുത്താൽ അത് ഇവിടെ നിന്ന് പറന്ന് അപ്പുറത്ത് പോയി വീഴത്തുള്ളൂ. ഇവിടെ നിന്ന് പറന്ന് നേരെ മറ്റവൻ്റെ കണ്ണിൽ പോയി വീഴത്തുള്ളൂ. കണ്ണിൽ വീണാലേ അവൻ്റെ ബൈക്ക് മറിഞ്ഞ് താഴെ വീഴത്തുള്ളൂ. ഇതെല്ലാം ആരുടെ പെർമിഷൻ വേണം? ഭഗവാൻ നിശ്ചയിക്കണം. ഇത് അവിടെ നിന്ന് ആ ചുമരി ഒട്ടിയിരിക്കുന്ന ഇങ്ങനെ പറന്ന് വരണം, വന്നിട്ട് ഇവൻ്റെ കണ്ണിലടിക്കണം വണ്ടിയിൽ പോകുമ്പോൾ. അപ്പോൾ ഇവൻ കണ്ണ് തെറ്റി പട്ടാ കൊണ്ടിടിക്കും, വീഴണം, ഹോസ്പിറ്റലിൽ കിടക്കണം. ഇതെല്ലാം ആരുടെ പെർമിഷനാണ്? ആ സാധനം അവിടെ നിന്ന് പറന്നില്ലെങ്കിലോ മിണ്ടാതെ ഓട്ടിച്ചിട്ട് വീട്ടിൽ പോകും. അപ്പോൾ ആരാ ഇത് ചെയ്യിപ്പിക്കുന്നത്? ഭഗവാന്റെ പെർമിഷൻ. ആ അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. മയിൽ ഇത്രയും വലുതൊന്നും അതാണ് പറഞ്ഞത്, ഇത്രയും വലിയ മയിലൊന്നും വേണ്ട, ചെറിയ ചെയ്യാൻ പറ്റാൻ മതി നമ്മളെ കൊണ്ട് തള്ളിയിടാനായിട്ട്. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ അവിടെ എല്ലാ ജീവാത്മാക്കൾക്കും ഇൻസ്ട്രക്ഷൻ പറയും ഭഗവാൻ മയിലിൻ്റെ അടുത്ത്, നീ പറന്നോന്ന് പറയും. മയിൽ അങ്ങനെ പറക്കും. എന്നിട്ട് അവൻ്റെ നെഞ്ചിൽ പോയി ഇടിയെന്ന് പറയും. അത് നീ കറക്റ്റ് നെഞ്ചിൽ പോയി ഇടിക്കും. അല്ലെങ്കിൽ ആ മയിലിനപ്പുറത്തിരുന്നാൽ മതി, പക്ഷെ അത് കറക്റ്റായി പോയി ഇടിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ആരുടെ പ്ലാന് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഭഗവാന്റെ പ്ലാൻ ഇല്ലാതെ ഒന്നുമേ നടക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം, ഒരു ജീവാത്മാവിനെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഭഗവാനാണ്, അല്ലേ? ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതിനെ നശിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനെ സാധിക്കത്തുള്ളൂ. ഭഗവാനെ ഒരു ജീവാത്മാവിനെ കൊല്ലാൻ സാധിക്കൂ. ഭഗവാന് മാത്രമേ ഒരു സാധനത്തിനെ ഇല്ലാതെയാക്കാൻ, പ്രളയം വന്നാൽ കംപ്ലീറ്റ് നശിപ്പിക്കാൻ അത് ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ എന്ത് ചെയ്തു? ഞാൻ ഇവരെ കൊല്ലില്ല, ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞു മടുത്തു, ഇനി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വരൂപം കാണിച്ചു. വിശ്വരൂപം കാണിച്ചു, ഇതാ ഭീഷ്മർ ചവച്ചരച്ച് പോകുന്നു, അവിടെ കർണൻ ചവച്ചരച്ച് കഴിക്കുന്നു, ബന്ധുക്കളെല്ലാവരും ഇങ്ങനെ കൃഷ്ണനിൽ വായിക്കകത്ത് ഓരോന്ന് ചവയ്ക്കുന്നു. കൃഷ്ണൻ അകത്തോട്ട് ഇങ്ങനെ പോകുന്നു. അത് കണ്ടപ്പോൾ പേടിച്ചു അർജുനൻ. കാരണം ഇത് നീ അല്ല ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. എല്ലാവരെയും ഞാൻ കൊന്നു, നീ ജസ്റ്റ് അവിടെ ചുമ്മാ അങ്ങനെ ഷോക്കി നിൽക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഭഗവാനാണ്. കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത് ഭഗവാനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരാളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഒരാളെ ഡോക്ടറാണെങ്കിൽ നമുക്ക് പോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, എല്ലാം ചെയ്യാം. ഇത് എൻ്റെ ഡ്യൂട്ടി, നിമിത്തം, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ്, അത്രയേ ഉള്ളൂ. പക്ഷെ ലൈഫ് കൊടുക്കുന്ന ആരാണ്? ഡോക്ടറാണോ? ഡോക്ടറല്ല, ഡോക്ടറിന്. അതുകൊണ്ടാണ് ഡോക്ടർമാർക്ക് ഭയങ്കര ഫെയ്ത്ത് കൂടും. കാരണം ഇവർ കൊടുത്ത ട്രീറ്റ്മെൻറ്റിലല്ല അയാൾ രക്ഷിച്ചെന്ന് ആ ഡോക്ടറിൽ നിന്ന് കൺഫേം ആയിട്ട് അറിയാം. കാരണം അപ്പുറത്ത് ഞാൻ കഷ്ടപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അയാൾ തട്ടിപ്പോയി. ഞാൻ കെയർലെസ് ആയിട്ട് കൊടുത്തു, ഇയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഡോക്ടറിന് മനസ്സിലാവും ഇവിടെ വേറെ എന്തോ ഒരു എനർജി, ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആർക്ക് മനസ്സിലാവും? ഡോക്ടറിന്. അപ്പോൾ അവർ പെട്ടെന്ന് ഡിവോട്ടി ആവും. കാരണം ബോഡിയെ കൊണ്ട് പഠിച്ചിട്ട് ഇതൊന്നും നടന്നില്ല, പക്ഷെ ഇതിന് മേലെ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ കൃഷ്ണൻ സൃഷ്ടിച്ചാൽ കൃഷ്ണനെ നശിപ്പിക്കാം, നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഒരാളെ കൊല്ലണം, എങ്ങനെ കൊല്ലും? ഇത് എൻ്റെ ആഗ്രഹമാണ്, എനിക്കിവനെ കൊന്നേ മതിയുള്ളൂ, എനിക്ക് അത്ര വൈരാഗ്യമാണ് അയാളുടെ അടുത്ത്. അങ്ങനെ കറങ്ങി നടന്ന് മാസങ്ങളോളം വർഷങ്ങളോളം സ്കെച്ചിട്ട് ആൾക്കാർ കൊല്ലാറുണ്ട്, അല്ലേ? കൊല്ലാറുണ്ട്. അപ്പോൾ ഇതാര് ചെയ്തു? ഇത് ജീവാത്മാവ് ചെയ്ത, പരമാത്മാവ് ചെയ്ത? എങ്ങനെ കൊടുത്തു? ചെയ്തോ? എന്തോ ചെയ്തോ എന്ന് പറഞ്ഞ പെർമിഷൻ കൊടുത്ത്. ശരിക്കും അങ്ങനെയാണ് പരമാത്മാവ് സാങ്ഷൻ കൊടുക്കും. പരമാത്മാവ് എങ്ങനെ സാങ്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ സൈലൻറ്റ് സാങ്ഷൻ എന്ന് പറയും. ഇഷ്ടമില്ല, ഈ ജീവാത്മാവിനെ ഇവൻ കൊല്ലുന്നത് ഭഗവാൻ ഇഷ്ടമില്ല, പക്ഷെ ഭഗവാൻ കൊടുത്തു. എങ്ങനെ എന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി മതിലിൻ്റെ മേലെ കയറണം. നമ്മൾ പറഞ്ഞു കയറരുത്, വീഴും, കാലൊടിയും എന്ന് 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, കേൾക്കുന്നില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്യും? വീണ് പഠിക്കട്ടെ. നമുക്ക് വിഷമമാണ്, അത് വീണാൽ അതിൻ്റെ തലവേദന എനിക്ക് തന്നെ. അവസാനം പിന്നെയും കൃഷ്ണ എന്ന് വിളിച്ചോട്ട് പോയി നിൽക്കും. അതുകൊണ്ട് വീണ് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊന്ന് കണ്ണടച്ചു, സൈലൻ്റായിട്ട് ഒരു സാങ്ഷൻ കൊടുത്തു. അത് കയറി വീണു, കാലൊടി. ഇതേപോലെ ഈ ജീവാത്മാവിന് ഒരുപാട് തടസ്സങ്ങൾ ഭഗവാൻ കൊടുത്തു കൊല്ലാതിരിക്കാൻ. കാരണം ആ ജീവാത്മാവിനെ രക്ഷിക്കണം, അവർ രണ്ടുപേരെയും കൃഷ്ണാബോധത്തിൽ കൊണ്ടുവരണം. എന്ത് മാർഗം കൊടുത്താലും ഒന്നും സ്വീകരിക്കുന്നില്ല. ആരുപോലെ? ദുര്യോധനനെ പോലെ. ദുര്യോധനൻ്റെ അടുത്ത് ഒരുപാട് പേര് പോയി പറയും, നീ ചെയ്യരുത്. വിതുരൻ പോയി പറയും, യുദ്ധം ചെയ്യരുത്, വിട്ടുകൊടുക്കും. ഭീഷ്മർ പോയി പറയും. ആര് പറഞ്ഞാലും കേൾക്കില്ല.
അഡമൻ്റായിട്ട് ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ ഇവരെ കൊല്ലും, ഇവരെ പുറത്താക്കും എന്നുള്ള തീരുമാനം. ഇതാണ് നാശത്തിന് കാരണം. അപ്പം അതുപോലെ ഈ ജീവാത്മാവിന് ഓരോ സാഹചര്യം കൊല്ലാതിരിക്കാനുള്ളതെല്ലാം കൊടുക്കുമ്പോൾ തിരിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പകലിങ്ങനെ സ്കെച്ച്, ഇങ്ങനെ പോയി കൊല്ലാം, അങ്ങനെ പോയി കൊല്ലാം, ആള് വെച്ച് കൊല്ലാം, പൈസ കൊടുത്ത് കൊല്ലാം എന്നൊക്കെ പ്ലാൻ ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം എന്തായി? ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം മെഡിറ്റേഷനായി. നമ്മൾ എങ്ങനെയാണോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഇത് മെഡിറ്റേഷനാണ്, കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളെ വിചാരിക്കുന്നത്. പക്ഷെ വേറൊരാളുടെ ജപം വേറെയാണ്. ഹരേ കൃഷ്ണ ഇന്ന് പോയിട്ട് ആ പാട്ടെല്ലാം പാടി ഭയങ്കരമാക്കി ഇങ്ങനെ ആക്കണം വിചാരിച്ചു, അതൊരു മെഡിറ്റേഷനാണ്. ഇന്ന് ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് ഈ സാധനം ഉണ്ടാക്കി ബെസ്റ്റ് ആക്കണം, ഇതൊരു മെഡിറ്റേഷനാണ്. ഇന്ന് എനിക്ക് പോയിട്ട് രാവിലെ കമ്പ്യൂട്ടർ തുറന്നിട്ട് ഷെയർ മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കണം, ഇതൊരു മെഡിറ്റേഷനാണ്. ജപിക്കുന്ന സമയത്തുള്ള മെഡിറ്റേഷനാണ്. അപ്പോൾ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് എന്താ മെഡിറ്റേറ്റ് ചെയ്തു? ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ വിചാരിക്കണം. പക്ഷെ സാധിക്കില്ല, എത്രയോ ഫെയിലിയറായി, അതുകൊണ്ട് വിട്ടേക്കാം, അല്ല ഇനി ചെയ്യണ്ട, അങ്ങനെയാണോ? ഇല്ല, അത് വന്നില്ലെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. അഭ്യാസേനത് കൗന്ദേയ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് പൊക്കുന്നത് വരെ, ഈ വെയിറ്റ് 110 കിലോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അത് പൊക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ ആ ചാൻറ്റിങ് റെഗുലറായിട്ട് ചെയ്താൽ നമുക്ക് പറ്റും. ഇതേപോലെ ഇവർ നെഗറ്റീവായിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് മെഡിറ്റേഷനാക്കി. അപ്പം എല്ലാവരുടെ ഹൃദയത്തിലും സുഹൃത്തായിട്ടിരിക്കുന്ന ഭഗവാൻ താല്പര്യമില്ലാതെ സാങ്ഷൻ കൊടുത്തു. ഓക്കെ, ഞാൻ എത്ര പറഞ്ഞിട്ടും നീ കേട്ടില്ല, ഇനി നീ എന്ത് ചെയ്തോ, അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സാങ്ഷൻ കൊടുത്തു. ഇമ്മീഡിയറ്റായിട്ട് ഭഗവാന്റെ സെർവൻ്റ് വന്നിട്ട് എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി. എങ്ങനെ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കും? ആര് വരും ഒരുക്കി കൊടുക്കാൻ? മായാദേവി എന്ന് ഒരുക്കി കൊടുക്കും. കറക്റ്റ് ആ കടയുടെ ഫ്രണ്ടിലിരുന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ മറ്റേ സോഡ കുപ്പി ഉണ്ടാകും, അവിടെ വെട്ടുകത്തി ഉണ്ടാകും. കറക്റ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ അവൻ കൈ കൊണ്ടായിരിക്കും അടിക്കുന്നത്, അവന് ചാവില്ലായിരിക്കും. കറക്റ്റ് ആ കുപ്പി അവിടെ ഉണ്ടാകും. ആ വെട്ടുകത്തി എടുത്ത് വെട്ടും, കൊല്ലും, ചാവും. പോലീസ് എടുത്തുകൊണ്ട് പോകും. ജയിലിൽ കിടന്ന് ഇവൻ്റെ കർമ്മം അനുഭവിക്കും, അവൻ്റെ കർമ്മം അവൻ തട്ടിപ്പോയി, ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ ഇവിടെ ആര് പ്ലാൻ ചെയ്തു? പ്രകൃതി ആ സാഹചര്യം, ആ സിറ്റുവേഷൻ നമുക്ക് ഒരുക്കി തരും. ആരുടെ സാങ്ഷൻ അനുസരിച്ച്? ഭഗവാൻ. പക്ഷേ ഈ സാങ്ഷൻ ഭഗവാൻ താല്പര്യം ഉണ്ടായിരുന്നോ കൊടുക്കാനായിട്ട്? ഒരിക്കലും താല്പര്യമില്ല ഭഗവാൻ. അങ്ങനെ ഒരു ജീവാത്മാവിനെ ജയിലിൽ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തണമെന്ന് ഭഗവാന് താല്പര്യമില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ പറയും, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്നേ വരേക്കും, ആദ്യമായിട്ട് എന്തിനാ ഞാൻ അയാളെ കൊന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആലോചിച്ച് നോക്കിയാൽ നിനക്ക് ഒരുപാട് അവസരം തന്നു കാണും, ഒരുപാട് പേര് നിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻ തന്നു കാണും, നീ ചെയ്യരുത്, നീ പോകരുത്. ഈവൻ ചില ഡിവോട്ടീസിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ പോകരുത്, അവിടെ പോകണ്ട, അത് ചെയ്യണ്ട എന്ന് പറയും. ഒരാളല്ല, 2 പേരല്ല, 3 പേര് പറയും, എന്നാലും കേൾക്കില്ല, പോകും, എന്തെങ്കിലും അനുഭവിച്ചിട്ട് വരും. യഥാർത്ഥത്തിൽ സാധാരണ ഒരു വ്യക്തികൾ തന്നെ 1-2 പേര് പറഞ്ഞാൽ തന്നെ നമ്മൾ അനുസരിക്കണം. പക്ഷെ ഭക്തന്മാർ 4 പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ചിട്ട് അത് ഫോളോ ചെയ്യും. അത് ശരിയോ തെറ്റോ നോക്കണ്ട, കാരണം അത് കറക്റ്റായിരിക്കും. അവർ പറയുന്നത് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, പോകൂ, നന്നാവും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഇൻ്റലിജൻറ്റ് യൂസ് ചെയ്യണ്ട. ആ ഫെയ്ത്തിൽ പോയാൽ അത് നന്നാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഭഗവാന്റെ 4 ബ്രാഹ്മണൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആ വാക്ക് അത്രയും പവർഫുള്ളാണ്, കൃഷ്ണൻ്റെ വാക്ക് പോലെയാണ്. അപ്പം ഭക്തന്മാർക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ ഈ 5 കാര്യങ്ങൾ ഒരാൾ കറക്റ്റായി ഫോളോ ചെയ്തില്ലെങ്കിൽ അവരുടെ ഒന്നുമേ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് ഈ കാരണങ്ങൾ, ഈ കർമ്മ ഭഗവാന് വേണ്ടി ചെയ്താൽ നമുക്കെന്ത് ചെയ്യും? സക്സസ് ആവും. ഭഗവാന്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥലം ഉണ്ടാകും. ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു കഥ ഉണ്ടായിരുന്നു, നമ്മുടെ ശരത്ത് പറഞ്ഞു. അതായത് രാമചന്ദ്രമൂർത്തി രാമചന്ദ്രമൂർത്തി വന്നിട്ട് ഇങ്ങനെ രാമായണം യുദ്ധമല്ലാതെ നടന്നു. അപ്പോൾ അയോധ്യയിൽ പോയപ്പോൾ അയോധ്യയിൽ രാമചന്ദ്രമൂർത്തി ഒരു ഡയറി വെച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹനുമാൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് ഈ ഡയറിക്കകത്ത് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അതെന്താ അത് നോക്കി ചിരിക്കും? അത് എൻ്റെ ഭക്തന്മാരുടെ ലിസ്റ്റാണ് എന്ന് പറഞ്ഞു. ഇവരെല്ലാം എന്നെ മറക്കാത്ത ഭക്തന്മാരാണ്, എൻ്റെ ഏറ്റവും പ്രിയ ഭക്തന്മാരാണ്, അവരുടെ പേര് വായിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഹനുമാൻ ഉടനെ അതിങ്ങ് തരൂ എന്ന് പറഞ്ഞു. പടപടാന്ന് നോക്കുകയാണ്, എന്താണ് എൻ്റെ പേരുണ്ടാവും, ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാവും. അവിടെ നോക്കി കാണാനില്ല, തിരിച്ച് ഒന്നേരം നോക്കി കാണാനില്ല, മാറി മറിച്ച് നോക്കിയിട്ട് സാധനം പേര് കാണാൻ ഭയങ്കര വിഷമമായി. ഭഗവാനെ എൻ്റെ പേരില്ലല്ലോ എന്ന് പറഞ്ഞു. അത് നീ അങ്ങനെ നീ എന്നെ വിചാരിക്കുന്ന ഭക്തനല്ല എന്ന് പറഞ്ഞു. ഞാൻ അത്ര മോശമാണോ എന്ന് വിചാരിച്ചു.
അപ്പോൾ ഭഗവാൻ ബാക്കിൽ നിന്ന് ഇനിയൊരു ഡയറി എടുത്തിട്ട് ഇതിൽ നിൻ്റെ പേരുണ്ടെന്ന്. ഇതെന്താണ്? ഇത് ഞാൻ വിചാരിക്കുന്ന ഭക്തന്മാരുടെ പേരാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ വിചാരിക്കാൻ, ഭഗവാൻ നമ്മളെ വിചാരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ നമ്മളെ വിചാരിക്കണം. ഭഗവാൻ നമ്മളെ വിചാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ വിചാരിക്കുന്ന രീതിയിൽ നടക്കണം, അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഭഗവാന്റെ വിചാരണം? ഭഗവാന്റെ ആഗ്രഹം എന്തായിരിക്കും? നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും? ശരീരം തന്നു, കർമ്മ ചെയ്യണം. ഇന്ദ്രിയം തന്നു, ആത്മാവുണ്ട്, ചത്തുപോയില്ല, ജീവനോടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണം. എങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്തണം? ഭഗവാനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കണം, കരഞ്ഞ് വിളിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ സ്നേഹത്തോടെ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാന്റെ മൈൻഡിൽ നമ്മളാണ്, അല്ലേ? അപ്പോൾ അതുപോലെ ആ ഭഗവാനെ പ്രീതിപ്പെടുത്തിയും സേവനം ചെയ്യാം, അല്ലാതെ സേവനം ചെയ്യാം. ആ ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന രീതിയിലായിരിക്കും യഥാർത്ഥത്തിൽ സേവനം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ധാമത്തിലോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഭഗവാനെ വിചാരിച്ചതുകൊണ്ട് വൈകുണ്ഠത്തിൽ കൊണ്ട് ഇറക്കി വിടും. വൈകുണ്ഠത്തിനേക്കാളും മേലെ പോകും, ആ ലീലയിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പം ഭഗവാന്റെ സ്ഥാനത്തിൽ, ഹൃദയത്തിൽ നമ്മൾ എന്ത് പിടിക്കണം? സ്ഥലം പിടിക്കണം. അതേപോലെ ആധ്യാത്മിക ഗുരുവിൻ്റെ ഹൃദയത്തിലും സ്ഥലം പിടിക്കണം. ഇത് രണ്ടുമേ ഉള്ളൂ നമുക്ക് ആധ്യാത്മികത്തിൽ. ഗുരുവിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? നമ്മൾ കുറേ വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്താൽ കഴിക്കാൻ തരും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പിന്നെ കുറച്ച് കാശൊക്കെ കൊണ്ട് ഗുരുവിന് കൊടുത്താൽ സന്തോഷമാകും. അതായിരിക്കും ആഗ്രഹം. നമ്മളെ ഭഗവാനിൽ എത്തിക്കണം, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹം നമ്മൾ എങ്ങനെ ചെയ്യണം? അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താൻ എന്ത് ചെയ്യണം? പ്രഭുപാദിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യം ചെയ്യും. പ്രഭുപാദിനെ പ്രീതിപ്പെടുത്താൻ എളുപ്പം മാർഗ്ഗമാണ്. പുസ്തകം കൊണ്ട് എല്ലാവർക്കും കൊടുത്താൽ മതി. അപ്പോൾ പ്രഭുപാദിന് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ അനുഗ്രഹം കിട്ടും. ഗ്രാൻഡ് ഫാദറിൻ്റെ അനുഗ്രഹം കിട്ടും. ഫാദറിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ അത് തന്നെ ചെയ്യണം. കാരണം പ്രഭുപാദിന് എന്താണോ ഇഷ്ടം അത് തന്നെയായിരിക്കും മകൻ്റെ ഇഷ്ടം, അല്ലേ? ആധ്യാത്മ്യത്തിൽ അങ്ങനെയാണ്. അച്ഛന് എന്താ ഇഷ്ടമോ അത് തന്നെയായിരിക്കും ആരുടെ ആഗ്രഹം? മകൻ്റെയും. അപ്പോൾ ഗുരുമഹാരാജനും നമ്മൾ എന്ത് സർവീസ് ചെയ്യുന്നതിനേക്കാളും പോയിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് സർവീസ് ചെയ്യുന്നു? ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഹരിവോ എന്ന് പറയും, ഗൗരംഗ എന്ന് പറയും. എന്തിനാണ്? അതിനേക്കാളും സന്തോഷം അദ്ദേഹത്തിനില്ല. നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഹാപ്പിയാണ്, കൃഷ്ണൻ്റെ സേവനത്തിലുണ്ട്, വലിയ ഹാപ്പിയില്ല. ഇനി പ്രചരണം ചെയ്യുന്നു, നിറയെ പേരെ ഡിവോട്ടിയാക്കി പ്രീച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷമാണ്. എന്തുകൊണ്ട്? കൃഷ്ണൻ എന്താ ചെയ്തത്? ഭഗവത്ഗീത ഉപദേശിച്ച് എല്ലാവരെയും പ്രചരണം ചെയ്തു. ആധ്യാത്മിക ഗുരു എന്ത് ചെയ്തു? പ്രഭുപാദ് എന്ത് കാണിച്ചു കൊടുത്തു? എല്ലാവരെയും പ്രചരണത്തിലാക്കി. അത് തന്നെയായിരിക്കും ആധ്യാത്മിക ഗുരുവിൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ആചാര്യനെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് നമ്മൾ മനസ്സിലാക്കി എങ്കിൽ സിൻസിയറായിട്ട് ആ കാര്യം എഫേർട്ട് ഇട്ടാൽ മതി. അതിൽ സക്സസ്സോ ഫെയിലിയറോ ബുക്ക് കൊടുത്തോ ഇല്ലയോ അതൊന്നുമേ കാര്യമില്ല. എഫേർട്ട് ഇട്ടാൽ അവർ ഹാപ്പിയാവും, അല്ലേ? നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അവർ ഹാപ്പിയാണ്. അത് ബുക്ക് പോയില്ല അതൊന്നുമല്ല. പണ്ട് ഞാനെങ്ങനെയാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകും. അപ്പോൾ ചില ദിവസം നിറയെ പോകും, ചില ദിവസം ഒന്നും പോലെ ഇങ്ങനെ വാടി വരണ്ട്. അങ്ങനെ രാവിലെ 8 മണിക്ക് ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ തിരിച്ച് വരും. വെയിലത്തൊക്കെ ഇങ്ങനെ ഒരു ബുക്ക് പോലും ചില ദിവസം പോകില്ല. ഒരു ദിവസം എറണാകുളത്തിരിക്കുമ്പോൾ പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിക്കാം. അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു 10 കൃഷ്ണ ബുക്ക്, ഒരു 5 എണ്ണം ഭഗവത്ഗീത എല്ലാം എടുത്ത് ബാഗിൽ വെച്ചു. എടുത്തിട്ട് നേരെ അപ്പോൾ ആ പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾ മലേഷ്യയിലുള്ളൊരു ഡിവോട്ടിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രഭു ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചിട്ട് ഭയങ്കര സിൻസിയറായിരിക്കും. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുമ്പോൾ മാത്രം പ്രഭുപാദിനെ നമസ്കരിക്കും, പിന്നെ എല്ലാവരെയും നമസ്കരിക്കും. കാരണം ബുക്ക് പോയില്ലെങ്കിൽ നമ്മുടെ പ്യൂരിറ്റി ഇല്ലാന്ന് ആൾക്കാർ പറയും. അപ്പോൾ ഒരു പേടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാം നമസ്കരിച്ച് പ്രഭുയുടെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയി. ഒരു 10-15 മിനിറ്റ് ഒരു ബാങ്കിനകത്ത് കയറി പോയി ആ 10 ബുക്ക് എല്ലാവരും കൂടെ അങ്ങ് എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം. സാധാരണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നാലേ ഈ 10 എണ്ണം പോകത്തുള്ളൂ. അന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇമ്മീഡിയറ്റ് അവർ ചോദിച്ചു വേറെ ബുക്കുണ്ടോ? ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഓടി വന്നു. ഇപ്പോൾ എന്താണ്, പിന്നെ ഒരു 10 ബുക്കിന് പകരം 15 ബുക്ക് എടുത്തുകൊണ്ട് പോയി. കാരണം ഈ സന്തോഷം കൊണ്ട് അത് എടുത്തുകൊണ്ട് പോയി. അത് പോയപ്പോൾ ആ ഓഫീസിൽ തന്നെ ഒരു 6 എണ്ണം എക്സ്ട്രാ മേടിച്ചു. തൊട്ടടുത്ത ഓഫീസിൽ കയറിയപ്പോൾ അവിടെയും പോയി. ഇപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെയും പോയി കുറേ ബുക്ക് എടുത്തുകൊണ്ട് പോയി. അവിടെയും നമ്മൾ ഒരു 6-7 ബുക്ക് കൊടുത്തു. അന്ന് 10-25 ബുക്ക് അന്ന് കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ അടുത്ത ദിവസം ആയപ്പോൾ രാവിലെ സാധാരണ ഞാൻ 10 ബുക്ക് എടുക്കത്തുള്ളൂ, അതിന് മേലെ എടുക്കില്ല, എനിക്ക് ചുമക്കാൻ വയ്യ. അതുകൊണ്ട് അടുത്ത ദിവസം ആയപ്പോൾ ഒരു 20 ബുക്കൊക്കെ തോളത്തിട്ടിട്ട് അങ്ങനെ ഇറങ്ങി രാവിലെ തൊട്ട് നിൽക്കുന്നു ഒരു ബുക്ക് പോയില്ല.
ഒരു ചെറിയ ബുക്കെങ്കിലും ഒന്ന് വാങ്ങിക്കുമോ, അതും വാങ്ങിച്ചു. മുഖമൊക്കെ അങ്ങനെ വാടി അങ്ങനെ വരണ്ട്. അവസാനം വൈകുന്നേരം ആയപ്പോൾ ഇന്നലെ അപ്പോൾ എല്ലാവരും എന്ത് പ്രതീക്ഷിക്കും? ഇന്നലെ വെങ്കടേശ്വര ബ്രോ ഇത്രയും ബുക്ക് കൊടുത്തു, ഇന്നും അതുപോലെ കൊടുക്കും എന്നൊക്കെ പ്രതീക്ഷിക്കും. അത് എനിക്കും അറിയാം, അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കും? ഒരു ബുക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ശരിക്കും അവരെല്ലാം കൊടുത്തിരുന്നു, ഞാൻ മാത്രം കൊടുത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ ഈ പ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞു, ആ മുഖം കണ്ടപ്പോൾ തന്നെ, അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സയൻസൊക്കെ അറിയാം ആ പ്രഭുവിന്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ, എന്ത് പറ്റി? ബാഗിൽ അങ്ങനെ ഫുള്ള് നിറഞ്ഞു ബുക്ക് അതുപോലെ ഇരിപ്പുണ്ട്. ഒന്നും പോയില്ല പ്രഭു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര വിഷമം. അവിടെ എന്നെ കെട്ടിച്ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സംഭവിക്കും. നമുക്കൊരു അഹങ്കാരം ഉണ്ടാകും, ഞാനാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. യഥാർത്ഥത്തിൽ ആരാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്? പ്രഭുപാദിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പക്ഷെ അത് പ്രഭുപാദ് നടത്തി തരുമെന്ന് വിചാരിച്ചിരുന്നാൽ എന്തുണ്ടാവും? അത് പറ്റുമായിരുന്നു. അപ്പോൾ അതിനുശേഷം കൂടുതൽ സിൻസിയറാണ്. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുമ്പോൾ രാവിലെ ഒരു 2-3 പ്രദക്ഷിണം, ഉരുളക്കം, ബഹളം എല്ലാം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എങ്ങനെയെങ്കിലും ബുക്ക് പോകണം, എങ്ങനെയെങ്കിലും. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മാറും. എന്താണ്? എങ്ങനെയെങ്കിലും കൃഷ്ണൻ്റെ മെസ്സേജ് അവർക്ക് എത്തിക്കുക, എങ്ങനെയെങ്കിലും ഒരു ഭഗവത്ഗീത ആ വ്യക്തിക്ക് കൊടുക്കുക. എന്ത് സർവീസ് ചെയ്യുന്നതിനേക്കാളും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഒരാളുടെ കയ്യിൽ ബുക്ക് ഏൽപ്പിച്ചാൽ നമ്മളറിയാതൊരു സന്തോഷം. ഒരാൾക്ക് പ്രസാദം കൊടുത്താൽ നമ്മളറിയാതൊരു സന്തോഷം. ഈ 2 കാര്യം പ്രാക്ടിക്കലി നമുക്ക് ഫീൽ ചെയ്യും. എന്താണ്? ഒരാൾക്ക് കൃഷ്ണപ്രസാദം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യും. അതേപോലെ ബുക്സ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമുക്ക് സന്തോഷം. ഇത് 2ഉം ആത്മാവിനെ കൃഷ്ണൻ്റെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നതാണ്. അതിനൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഈ 5 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. സോ മാക്സിമം നമ്മളും കോൺഷ്യസ് ആയിട്ട് കൃഷ്ണാവബോധത്തിൽ ഈ 5 കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് കയറാൻ പറ്റുമോ? അതും ഡിസയറാണ്, സോളിൻ്റെ ഡിസയർ. ഇപ്പം ഞാൻ കഴിക്കുന്നത് ഈ ഫുഡ് കഴിക്കണോ വേറൊരു ഫുഡ് കഴിക്കണോ എന്ന് പറയുന്ന ആരുടെ ആഗ്രഹമാണ്? ഭഗവാനാണ് ആഗ്രഹിച്ചത്. ഭഗവാൻ എപ്പോഴും പ്രസാദം കഴിച്ചാൽ മതി എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ആഗ്രഹം എന്താണ്? ഹോട്ടലിൽ പോയി കഴിക്കണം, അത് കഴിക്കണം, ഇതെല്ലാം എൻ്റെ ആഗ്രഹമാണ്. ഇതേപോലെ തന്നെയാണ് ഈ സോളിന്, അതായത് വീക്കായിട്ടിരിക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഹരേകൃഷ്ണ. അപ്പോൾ അത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ ശരീരം ഉപയോഗിച്ചു, ഈ ആത്മാവ് എന്ത് ചെയ്തു? ആ ശരീരം ഉപയോഗിച്ചു കൊണ്ട് പ്രവൃത്തി നടത്തി. ഇപ്പം ആഗ്രഹം തീർക്കാൻ പറ്റും, നേരത്തെ ആഗ്രഹം തീർക്കാൻ പറ്റില്ല. ഹരേകൃഷ്ണ. നേരത്തെ ആഗ്രഹം തീർക്കാൻ പറ്റില്ല, കാരണം ബോഡി ഇല്ലാതെ എങ്ങനെ ആഗ്രഹം തീർക്കാൻ പറ്റും? പക്ഷെ ഇപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഈ സാധനം അവരുടെ ബോഡിക്കകത്ത് കയറിയിട്ട് ആ ബോഡിയെ യൂസ് ചെയ്യും. അപ്പോൾ ആ ബോഡിയെ യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇനിയൊരു സോളുണ്ട് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? 2 പേരും ആക്ട് ചെയ്യുമോ? ക്ലാഷ് ആവും. ഒരാൾ ഇങ്ങോട്ട് പോകും, ഒരാൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണോ? ഇല്ല. അങ്ങനെ ആകും. അതുകൊണ്ട് ഈ സോൾ ഇൻ്റലിജൻ്റാണ്, എല്ലാവരുടെ ബോഡിക്കകത്തും പോവില്ല. ആരാണോ ഉറക്കം തൂങ്ങികളായിട്ടിരിക്കുന്നു, ആരാണോ തമോ ഗുണത്തിലിരിക്കുന്നു, അവരുടെ ഹൃദയത്തിലകത്തേ പോകുന്നു. ആരാണോ പേടിച്ചിരിക്കുന്നു, ആരാണോ വൃത്തിയില്ലാതെ ഇരിക്കുന്നു, ആ സോള്, അതായത് വീക്കായിരിക്കുന്ന സോളിനകത്ത് മാത്രമേ, കാരണം എങ്കിൽ അവനെ അടിച്ച് താഴ്ത്തിയിട്ട് ഇതിന് പ്രവർത്തിക്കാം. പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കുന്നവരുടെ കൂടെ പോയാൽ ക്ലാഷ് ആകും. ആ സോളിനകത്ത് അതിന് പോകാൻ പറ്റില്ല. സൂപ്പർ നാച്ചുറൽ പവർ എല്ലാവർക്കും ഉണ്ട്. കൃഷ്ണന് സൂപ്പർ നാച്ചുറൽ പവർ ഇല്ലേ? അതേ കൃഷ്ണൻ്റെ പാർട്ട് ആൻഡ് പാർട്ടിക്കിൾസ് അല്ലേ നമ്മൾ. അപ്പോൾ കൃഷ്ണൻ ഒരു അഗ്നി, വലിയ ഗോളമാണ്, അതിൽ നിന്നൊരു പാർട്ട്, ഒരു ചെറിയ സ്പാർക്ക്. ഇതും അഗ്നിയല്ലേ? ഇതിന് കത്തിക്കാൻ പറ്റില്ലേ? ഇതിനും കത്തിക്കാൻ പറ്റും. വലിയ കാടിനെ പോലും ഒരു ചെറിയ സ്പാർക്കിന് കത്തിക്കാൻ പറ്റും. ഈ വലിയ അഗ്നിക്കും കത്തിക്കാൻ പറ്റും. പക്ഷെ 2 പേരും കത്തിക്കുന്നതിൻ്റെ വിധം വേറെ ആയിരിക്കും. ഒരാൾ ഫാസ്റ്റായിട്ട് കത്തിക്കും, കൃഷ്ണൻ വിചാരിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കത്തിക്കും. പക്ഷേ ഇതാകുമ്പോൾ ടൈം എടുക്കും. ഇതാണ്. അപ്പോൾ 2 പേർക്കും പവറുണ്ട്. സൂപ്പർ നാച്ചുറൽ പവർ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ഗൂഗിളിൽ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ഒരു ബുള്ളറ്റ്, ഓക്കെ, അത് വരുന്ന സ്പീഡ് എത്രയായിരിക്കും? ഭയങ്കര സ്പീഡ്. മൈൻഡിൽ രജിസ്റ്റർ ആകില്ല. അത് ഇങ്ങനെ വരുന്നുണ്ടോ, എൻ്റെ മേലെ കൊള്ളുന്നുണ്ടോ എന്ന് രജിസ്റ്റർ ആകില്ല. പക്ഷെ അതിനെ ഒരു വാള് കൊണ്ടുവന്ന്, സാമുറായി ഈ വാള് കൊണ്ടുവന്ന് അതിനെ 2 പീസായിട്ട് കട്ടി. ഇത് സൂപ്പർ നാച്ചുറൽ പവർ. അങ്ങനെ നോർമലി അതിനെ കണ്ണിൽ പോലും രജിസ്റ്റർ ആകില്ല. അതിനവരിങ്ങനെ കട്ടി 2ആയിട്ട്. അതിങ്ങനെ പറ്റി ചെറിയ ബോള്,
ബുള്ളറ്റ്, അതിനെ 2 പീസായിട്ട് കിട്ടി. ഇത് സൂപ്പർ നാച്ചുറൽ പവറാണ്. അല്ല, നമ്മൾ പറയില്ലേ ഗാന്ധാരി മഹാഭാരതത്തിൽ കൈകേയി അവരെന്ത് വെച്ചാൽ ദശരഥൻ്റെ രഥത്തിൽ ആ ആണി ഇളകി, അച്ചാണി ഇളകി. അപ്പോൾ അവരെന്ത് വെച്ചാൽ അവരുടെ വിരൽ കൊണ്ട് വിട്ടു. അപ്പോൾ ആ വിരൽ വിട്ട് അതിന് ഓട്ടിക്കാൻ പറ്റുമോ? വിരലിന് എത്ര പവറുണ്ട് അല്ലേ? പക്ഷേ സൂപ്പർ നാച്ചുറൽ പവർ എല്ലാവർക്കും ഉണ്ട്. ഏത് സോളിനും ആ പവർ ഉണ്ടെങ്കിൽ ആ ബോഡി അതുപോലെ ആക്ട് ആകും. ഇന്നും ഇതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരാൾ ഒരു 50 തേങ്ങ വിരൽ വെച്ച് പൊത്ത് അകത്തുനിന്ന് വെള്ളം പുറത്ത്, ഒരു തേങ്ങ പൊത്ത് ആ തോട് പോകുമ്പോൾ കൈ ഒടിഞ്ഞു പോകും. ഇത് 50 ഒരെണ്ണം പൊരുത്തെടുക്കണമെങ്കിൽ എത്ര പവർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വിരലിന്? അപ്പോൾ ഈ കലികാലത്ത് ഈ സമയത്ത് പോലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ കാണാതെ പറന്നു പോകുന്നതിന് ഷൂട്ട് ചെയ്യും. സൗണ്ട് വെച്ചു, നമ്മുടെ സ്കൂളിൽ പഠിച്ച പൃഥ്വി രാജാവ് അല്ലേ, അങ്ങനെ പറന്നു വരുന്ന സൗണ്ട് മാത്രം വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ പവറുണ്ട് അവർക്ക്, എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായില്ല? അത് ഇപ്പോഴും ആ പവർ കിട്ടും. പക്ഷെ എങ്ങനെയായിരിക്കണം? സോള് പ്യുവറായിരിക്കണം. സോള് മാലിന്യപ്പെട്ടാൽ നമ്മുടെ പവർ പോകും. അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത് പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. ഒരാളുടെ പരിശുദ്ധി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേറൊരാളെ കൃഷ്ണാവബോധത്തിൽ മാറ്റാം. ഇതൊന്നും വലിയ വിഷയമല്ല. കൃഷ്ണാവബോധത്തിൽ ഇനി ഒരാളെ മാറ്റുന്നതാണ് വലിയ തപസ്. വലിയ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളെ കൃഷ്ണാവബോധത്തിലാക്കിയാൽ ആ വ്യക്തിക്ക് സൂപ്പർ പവറാണ്. കാരണം എത്രയോ ജന്മമായിട്ട് ഇദ്ദേഹത്തിന് മാറ്റാൻ പറ്റിയില്ല. ഇവിടെ ഒരു ബുള്ളറ്റിനെ വെട്ടിനെ അതിന് പ്രാക്ടീസ് ചെയ്താൽ മതി, അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കൃഷ്ണാവബോധത്തിൽ ഒരാളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതൊന്നും വലിയ വിഷയം. അതെ, സനാതനധർമ്മത്തിനെ കുറിച്ചാണ് മുഴുവനും പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ധർമ്മം നശിച്ചു പോകാത്തതാണ്. ഭഗവത്ഗീത മൊത്തവും സനാതനധർമ്മം തന്നെയാണ്. കാരണം സോള് നശിച്ചു പോകില്ല എന്ന് പറയുന്നത് സനാതനധർമ്മത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല, അവർ വിശ്വസിക്കില്ല. അത് സനാതനധർമ്മമാണ്. സോള് ഭഗവാന്റെ സർവൻ്റ് ആണെന്നുള്ളത് സനാതനധർമ്മമാണ്. അത് ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യമാണ് അല്ലേ. ഭഗവാന്റെ അംശമാണ് നമ്മൾ എന്ന് പറയുന്നത് ഭഗവത്ഗീതയ്ക്കകത്തുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്നും ആർക്ക് തന്നെ സെർവ് ചെയ്യണം? ഭഗവാനെ തന്നെ സെർവ് ചെയ്യണം. എങ്കിലേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ കിട്ടിയിരുന്നാലും ഒരു ജീവാത്മാവിന് പോലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പോലും സാറ്റിസ്ഫൈഡ് ആവില്ല. കോടികൾ ഇല്ല, മൊത്തം കൺട്രിയും ഒരാളുടെ പേരിൽ എഴുതി വെച്ചാലും ശരി തന്നെ അയാൾ തൃപ്തിപ്പെടില്ല. പഞ്ചസാര മധുരം ഭഗവാനെ സേവിക്കുക. അത് എല്ലാത്തിനും ഈ സനാതനധർമ്മം ഒന്നിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. ഇതാണ് സനാതനധർമ്മം. വെള്ളത്തിൻ്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റാണ്. വെള്ളത്തിനൊരു രുചിയുണ്ട്. ഈ രുചിയെ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇത് രണ്ടിനെയും മാറ്റാൻ പറ്റില്ല. വെള്ളത്തിനെ ഹാർഡാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് സനാതനധർമ്മം. അഗ്നിയുടെ ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ പൊള്ളിക്കുക. അഗ്നി തൊട്ടാൽ പൊള്ളും. അത് കൊച്ചുകുട്ടിയാണ് വന്ന് തൊടുന്നു എന്ന് പറഞ്ഞിട്ട് ആ അഗ്നി വന്ന് പൊള്ളിക്കാതെ വിടില്ല. ഈ പാവം അറിയാതെ തൊടുന്നു, അവനെ പൊള്ളിക്കണ്ട എന്ന് അഗ്നി വിചാരിക്കുകയോ ഇല്ല. അഗ്നിയുടെ ഡ്യൂട്ടി എല്ലാവരെയും ചുറ്റും, ആര് കൈവച്ചാലും പൊള്ളും. ഇത് അഗ്നിയുടെ ധർമ്മം. അപ്പോൾ അതുപോലെ ഭഗവാന്റെ ജീവാത്മാവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ആ ജീവാത്മാവിൽ നിന്ന് മാറ്റാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനെ സേവിക്കാത്തതുകൊണ്ട് ആൾക്കാർ പട്ടിയെ സേവിച്ചുകൊണ്ടിരിക്കും. അവർ സേവനം ചെയ്യണം, അവർക്ക് സേവനം ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. ചെടി വാങ്ങിച്ച് വീട്ടിൽ വളർത്തി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും വയസ്സായിട്ട്, പക്ഷെ ഹരിനാമം ജപിക്കില്ല. പക്ഷെ സേവനം ചെയ്യുന്നുണ്ട് അല്ലേ. ഇത്രയും കാലം മക്കളെ സേവിച്ചു, ഭർത്താവിനെ സേവിച്ചു, ഓഫീസിൽ പോയി ബോസിനെ സേവിച്ചു, ആരൊക്കെയോ സേവിച്ചു. ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ എന്ത് സേവിക്കണം? അവർ കൃഷ്ണനെ സേവിക്കണം. അപ്പോഴും അവർ കൃഷ്ണനെ സേവിച്ചില്ല, പക്ഷെ അവരെന്തോ സേവനം ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്തു? പൂച്ചയെ വളർത്തി, പട്ടിയെ വളർത്തി, പശുവിനെ വളർത്തി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ സേവനം ചെയ്യുന്നുണ്ട്. സേവന മനോഭാവം മാറ്റി. ഇതാണ് സനാതനധർമ്മം. ഈ സനാതനധർമ്മം മനസ്സിലാക്കാതെ സനാതനധർമ്മത്തിനെ ഇല്ലാതാക്കാൻ പറ്റും. കൊറോണ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ആ വൈറസ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ ആ കൊറോണയെ നശിപ്പിക്കാൻ സാധിക്കും അല്ലേ. ഒരുത്തിന് സനാതനധർമ്മം എന്താണെന്നേ മനസ്സിലാവണില്ല. അവൻ എന്തിനെ ഇല്ലാതാക്കും എന്ന് പറയുന്നു? സനാതനധർമ്മത്തിനെ ഇല്ലാതാക്കും എന്ന് പറയുന്നു. ആ മണ്ടത്തനാണ്, അത് പറ്റില്ല.
അങ്ങനെ എല്ലാ ജീവാത്മാക്കളും അതെ.